അപ്പോൾ ഇന്നത്തെ റെസിപ്പിയാണ് ട്രിവാൻഡ്രം സ്റ്റൈല് മഷ്റൂം മെഴുക്ക്. അപ്പോൾ അതിനായിട്ടൊരു 200 ഗ്രാം മഷ്റൂമിൻ്റെ പകുതി 100 ഗ്രാം മഷ്റൂമും ഒരു 1.5 പച്ചമുളക് അരിഞ്ഞിട്ടിട്ടുണ്ട്. പച്ചമുളക് എരിവ് വേണമെങ്കിൽ കുറച്ചുകൂടെ കൂടുതലിടാം. കുഞ്ഞിനെ കൊടുക്കണമായിരുന്നു ഞാൻ വളരെ കുറച്ചെടുത്തേക്കുന്നത്. പിന്നീട് ഒരു 2-3 ചെറിയ സവാള തന്നെ കണ്ടു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ സവാള, മീഡിയം സവാള, ഒരു സവാള നല്ല നൈസായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മഷ്റൂമും നല്ല നൈസായിട്ടാണ് അരിഞ്ഞു വെച്ചേക്കുന്നത്. ഇനി നമുക്ക് പ്രിപ്പറേഷനിലേക്ക് കിടക്കാം. അപ്പോൾ അതിലേക്ക് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ. ചൂടായിട്ടുണ്ട്. നമുക്ക് അതിനകത്തേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. അതിൽ തന്നെ കടുക് പൊട്ടി വരുമ്പോഴേക്കും വറ്റൽമുളക് ഇട്ട് കൊടുത്തു. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. അതിനകത്തേക്ക് സവാള ഇട്ട് കൊടുക്കാം. അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം ആദ്യം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ജസ്റ്റ് ഒന്ന് വഴന്ന് വരണം. വഴന്ന് വരുമ്പോൾ മഷ്റൂമും കൂടി ആഡ് ചെയ്യാം. ഒന്ന് വഴന്ന് വരട്ടെ. ഒരു പിങ്കി ഷെയ്ഡായിട്ടുണ്ട്. ഒരു കുറച്ചുകൂടെ വഴന്നിട്ട് മഷ്റൂം ആഡ് ചെയ്ത് കൊടുക്കണം. ഏകദേശം ഒന്ന് നന്നായിട്ട് വഴന്ന് നല്ല പിങ്കി ഷെയ്ഡായിട്ടുണ്ട്. നമുക്കിനി മഷ്റൂം ഇട്ട് കൊടുക്കാം. അത് മുഴുവനും കൂടി ആയിട്ട് അപ്പടിയായിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്ന് ജസ്റ്റ് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ നമ്മൾ കുറച്ച് നേരം മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതിനകത്തേക്ക് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇത് നന്നായിട്ട് വേവുണ്ടല്ലോ, അതിൻ്റെ തണ്ടൊക്കെ നന്നായിട്ട് വേവണം. അതിന് വേണ്ടി ഇതിനകത്ത് കുറച്ച് വെള്ളം ഉണ്ടെങ്കിലും കുറച്ചുകൂടി നമ്മളൊരു ലൂസ് കൺസിസ്റ്റൻസിയിലാണ് എടുക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടി മാത്രം ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മൂടി വയ്ക്കാം. നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മൾ ആദ്യം വിചാരിച്ചിരുന്നത് ഇതിങ്ങനെ എടുക്കാമെന്നാണ് വിചാരിച്ചിരുന്നത്. പിന്നെ ഞങ്ങൾ പ്ലാൻ മാറ്റി. അതിൽ കുറച്ച് മുളക് പൊടി, കാശ്മീരി ചില്ലിയാണ് ആഡ് ചെയ്യുന്നത്. കാശ്മീരി ചില്ലി ആഡ് ചെയ്തു. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഫൈനലായിട്ട് ആദ്യം ആഡ് ചെയ്യാനാണ് വിചാരിച്ചത്. പിന്നെ ലാസ്റ്റ് അപ്പോൾ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടു. നന്നായിട്ട് കുറച്ചുകൂടി എണ്ണ ഒഴിച്ചു കൊടുത്തു. മഞ്ഞൾപ്പൊടിയുടെയും ഇതിനൊക്കെ പച്ചമണം അങ്ങ് മാറണം. എന്നിട്ടൊന്ന് വരട്ടിയെടുക്കണം. വളരെ ഈസിയായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മഷ്റൂം മെഴുക്കാണ്. അപ്പോൾ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഒന്നുകൂടെ കാണാം. മെഴുക്ക് റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കാം. ഇത് ഈസി റെസിപ്പിയാണ്.